രേണുസുതി ലേറ്റസ്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ വീടിനെക്കുറിച്ചും അതുപോലെ തന്നെ ആ വീട്ടിൽ ചോർച്ചയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാര്യമാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെയിനായിട്ട് രേണുസുതി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ദാനം കിട്ടിയ വീടാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു. അതേ കണക്ക് നമുക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പറയാനോ ഒന്നും തന്നെ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. എനിക്ക് ഒരു വീട്ടിൽ ഞാനും കുട്ടിയായിട്ടൊക്കെ താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഒരു വീട്ടിൽ ചോർച്ചയുണ്ട് എന്നുള്ളൊരു കാര്യം. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ ആൾക്കാരത് ഞാൻ കള്ളം പറയുവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം എന്നെ കുറ്റപ്പെടുത്തിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്നൊന്നും അറിയാൻ ശ്രമിക്കാതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അവിടുന്ന് മാറി വല്ല വാടകയ്ക്കും താമസിച്ചാലോ എന്നുള്ളൊരു കാര്യം. എന്നിട്ട് ആരാണോ ഈ ഒരു വീട് തന്നത് അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ലയോ എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റാത്തത്. എന്തായാലും ആ ഒരു വീട്ടിൽ ചോർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് ആൾക്കാർ ഞാൻ കള്ളം പറയുകയാണ് എന്നുള്ളൊരു കാര്യം പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും ഇനി ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ പറയും ഞാൻ കള്ളം പറയുകയാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഇതേ കണക്ക് വീട് ആരാണോ പണിഞ്ഞത് അവർക്ക് തന്നെ അത് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് പോയി താമസിച്ചാലോ എന്നുള്ളൊരു കാര്യം വരെ ചിന്തിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് രേണുസുതി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.